എന്ത് പറയാനാ എന്റെ ഗായ്സേ, എന്ത് നല്ല കാറ്റാന്നറിയോ ഇവിടെ വന്നിട്ട്. ഹോ, നമ്മുടെ നാട്ടിൽ എന്നാ ചൂടാന്നേലേ, എന്തുമാതിരി ചൂടാ. എന്റെ അണ്ടകടാഹം വരെ കരിഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോ നല്ല സുഖമുണ്ട് ഗായ്സ്. ഒന്ന് ഫുള്ള് കാറ്റ് കൊള്ളാന്ന് വിചാരിച്ച് മലർന്ന് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഗായ്സേ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ബിസിയായിരുന്നു. ഞാനൊരു സെലിബ്രിറ്റി ഒക്കെ ആയത് നിങ്ങൾ അറിഞ്ഞില്ല. എൻ്റെ വീഡിയോസൊക്കെ വൈറലാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഗായ്സേ. അത്രയും ചൂടത്തുനിന്ന് വന്ന് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര സുഖമാണ് കേട്ടോ. നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട്. അവിടെ എൻ്റെ കൊട്ടയിൽ പോലും കിടക്കാത്ത ഞാൻ ഇവിടെ വന്നിട്ട് കൊട്ടയിലും ചവിട്ടിയിലും ഒക്കെയാണ് കിടക്കുന്നത്. അത്രയും തണുപ്പാ. എനിക്കിവിടെ നല്ല ഇഷ്ടമായി. ഞാൻ എന്തായാലും ഇനി ഇവിടെ കൂടാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. ഇനി ഇവരെ കൂടെ ഞാൻ നാട്ടിലേക്ക് പോകുന്നില്ല കാശ്. എന്തൊരു സുഖാന്നറിയോ. എല്ലാം ശരിയാ, പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാന്നേ. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ശ്രിഞ്ചിലൊക്കെ ആക്കി എൻ്റെ വായിൽ കുത്തി തിരികെ കോരി നിറയ്ക്കാറാ പതിവ്. എനിക്കിപ്പോൾ എൻ്റെ കാറ്റ് ഫുഡ് മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷെ ഇത് എപ്പോഴും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അമ്മ എന്നെ വഴക്ക് പറയാന്നേ. ഞാൻ ഇത് ഇങ്ങനെ കഴിച്ച് എനിക്ക് മടുത്തു. ഇനി വേറെ വല്ലതും താടി എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നേരമായി കരയുന്നു. അവരൊന്നും സമ്മതിക്കുന്നില്ല ഗായ്സ്. എന്തായാലും ഞാനിത്തിരി കുടിച്ചു കേട്ടോ. എനിക്ക് വയറ് നിറച്ച് കുടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഇവിടെ വന്നിട്ട് എനിക്കിങ്ങനെ സുഖിച്ചിരിക്കാനാ തോന്നുന്നത്. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല കൂട്ടുകാരെ. ഇടയ്ക്ക് ഞാനൊന്ന് ചാടിപ്പോയി പുറത്തേക്ക്. അപ്പോൾ അവരെന്നെ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുപോയി ഭാഗത്തിട്ട് പൂട്ടി ഗായ്സ്. അവിടെ ആകുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചാടിയൊക്കെ പോവാറുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാറുള്ളൂ കേട്ടോ. പിന്നെ എന്നും വൈകുന്നേരം ഞങ്ങൾ ബോളല്ലേ കളിക്കാറ്. ഇപ്പം ഞങ്ങൾ ബോളൊന്നും കളിക്കാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളി തന്നെയാണ് എൻ്റെ പരിപാടി കേട്ടോ. ഇടയ്ക്ക് ഇവിടെ ഇന്നെ അടുത്ത് ഇങ്ങനെ പോക്കി ഡാൻസൊക്കെ കളിക്കും. പിന്നെ ഞങ്ങൾ ഓടിക്കളിക്കും. എന്തെല്ലാം കളികളുണ്ടെന്ന് കളിക്കാൻ. ഇവിടെ എനിക്ക് പുതിയൊരു കൂട്ടുകാരനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഗായ്സേ. കണ്ടോ, ടുട്ടു എന്നാട്ടോ ഇവൻ്റെ പേര്. ടുട്ടു ഒരു പാവാ. എന്നെ ടുട്ടുവിന് ഭയങ്കര പേടിയാ ഗായ്സേ. ഞാനിവനെ എന്നാ ചെയ്തിട്ടാ ഇത്ര പേടി കാണിക്കുന്നേ. അവൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും. എന്നെ ഒരു അടി അടിച്ചു ഗായ്സേ. ടുട്ടു എന്നെ പോലെ ഒരു ആൺകുട്ടിയാണ് കേട്ടോ. ടുട്ടുവിനെ ഇവിടുന്ന് പോകുമ്പോഴത്തേനും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ഫ്രണ്ടാക്കി മാറ്റണം എന്ന് വിചാരിക്കുന്നുണ്ട്. അമ്മേ പുറത്തുനിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്മേ ഒന്ന് വന്നു നോക്കിയമ്മേ. എന്തോ ഒന്ന് കേട്ടല്ലോ ഞാൻ. വലിയ എലിയോ കരടിയോ ആനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവോ? അമ്മ പറഞ്ഞില്ലേ ഇവിടെ ആനയൊക്കെ വരാറുണ്ടെന്ന്. ഇനി ആന വരുമ്പോൾ എനിക്ക് കാണിച്ചു തരണം കേട്ടോ. ഇല്ല, എന്നോട് മിണ്ടണ്ട. ഇനി ആരും എന്നോട് മിണ്ടണ്ട. എന്നെ പുറത്തേക്ക് ഇറക്കിയില്ലല്ലോ. നിങ്ങൾ എല്ലാവരും പോയിട്ട് എന്നെ റൂമിലിട്ട് വാതിലടച്ചില്ലേ. ഞാൻ ആരോടും മിണ്ടത്തില്ല. എന്നോടും ആരും മിണ്ടണ്ട. അപ്പൊ ഗായ്സ്, ഞാൻ ഇനി അവരോടൊന്നും മിണ്ടണ്ടല്ലോ. നിങ്ങൾ പറ, അവരെന്നെ പുറത്തിട്ട് വാതിലടച്ചില്ലേ, അല്ല അകത്തിട്ട് വാതിലടച്ചില്ലേ. ഇനി ഞാൻ അവരോടൊന്നും മിണ്ടത്തില്ല. എന്നെ തൊടും വേണ്ട, എന്നോട് സംസാരിക്കും വേണ്ട. എനിക്ക് ഫുഡും തരണം. ഞാൻ നിങ്ങളോട് മിണ്ടൂല. ശരി ഗായ്സ്, ഞാൻ പോവാ. ഇവരൊക്കെ ഒരു സാധനങ്ങളാ. ഞാൻ പോയിട്ട് വരാട്ടോ. ടാറ്റാ.